സിനിമാ സമരം പ്രഖ്യാപിച്ച ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതോടെ മലയാള സിനിമയിൽ പോരുമുറുകി. സുരേഷ് കുമാറിന് പിന്തുണയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. പ്രസിഡന്റായ ആൻഡോ ജോസഫിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും എന്നാൽ ക്ഷണിച്ചിട്ടും യോഗത്തിൽ പങ്കെടുക്കാത്ത ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ചെയ്ത നടപടി തെറ്റാണെന്നും സംഘടനയ്ക്കെതിരെയും വ്യക്തിപരമായും നടത്തുന്ന ഏത് നീക്കത്തെയും ചെറുക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പിറക്കി. സിനിമാ സമരമടക്കം 2 ദിവസം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനെ നേരിൽ കാണാനും നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം സിനിമയിലെ തർക്കത്തിൽ മൗനം പാലിക്കുകയാണ് സർക്കാർ. എല്ലാം സംഘടനയ്ക്കുള്ളിൽ തന്നെ തീർക്കണമെന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ അഭിപ്രായം. വ്യാഴാഴ്ച ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി നടൻ പൃഥ്വിരാജ് എത്തിയിരുന്നു. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന കുറിപ്പോടെയാണ് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ ആന്റണി ഇട്ട പോസ്റ്റർ റീഷെയർ ചെയ്തത്. അജു വർഗീസ്, ബേസിൽ, അപർണ ബാലമുരളി തുടങ്ങിയവരും ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി രംഗത്തെത്തി. നിർമ്മാതാക്കളുടെ സംഘടനയിൽ സുരേഷ് കുമാറിന്റെ അഭിപ്രായത്തോട് ഭിന്നതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒപ്പം എമ്പുരാന്റെ ബജറ്റ് 141 കോടി എന്ന് സുരേഷ് കുമാർ പറഞ്ഞതിനെയും ആന്റണി വിമർശിച്ചിരുന്നു. വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടതെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഉയർത്തിയ വിമർശനത്തിന് നിർമ്മാതാവ് സുരേഷ് കുമാർ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. സമരം തീരുമാനിച്ചത് ഒറ്റയ്ക്കല്ലെന്നും സംഘടനകൾ കൂട്ടമായി തീരുമാനിച്ചതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. ആന്റണി യോഗങ്ങളിൽ വരാറില്ല, ഇതുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സ് പരിശോധിക്കാമെന്നും സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. എന്തായാലും പോര് മുറുകുകയാണ്.